ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു രാധിക സ്ട്രീം. ഇന്നത്തെ വീഡിയോയെ ഞാൻ ഇന്ന് ലീവായിരുന്നേ. എനിക്ക് സൗമ്യ ഡോക്ടറിനെ കാണാൻ വേണ്ടി പോകണമായിരുന്നു. അപ്പൊ ഞാൻ അവിടെ നിന്നപ്പോ എന്റെ വിജയമായി വിളിച്ചു പറഞ്ഞു എന്നെ കാണാൻ രണ്ടുപേര് വന്നത്. ഞാൻ ആരാന്ന് ചോദിച്ചിട്ട് പേര് അറിഞ്ഞിടായിരുന്നു അമ്മായിക്ക്. അപ്പൊ ഞാൻ അവിടെ നിന്ന് കറങ്ങി അവിടുത്തെ വീഡിയോ ഒക്കെ എടുത്തോണ്ട് ഞാൻ നോക്കിയപ്പോ രണ്ടുപേര് ദേവരുടെ എന്നെ കാണാൻ കാറില്. എന്നിട്ട് പറഞ്ഞ് കറങ്ങാൻ പോകാന്ന്. അപ്പൊ ബാക്കി വീഡിയോ നമുക്ക് പുറകെ കാണാം. അതോ ഇന്ന് എന്റെ കൂടെ ഉള്ളവർ ആരാന്ന് അറിയണ്ടേ? ഞങ്ങളുടെ മൈൻഡ് ഗ്രൂപ്പിലെ വോളണ്ടിയർ വിങ്ങാണ് കൂട്ടിലെ രണ്ട് അനിയന്മാരാണ് എന്റെ കൂടെ. ഒരു അനിയന്മാരല്ല, ഒരു അനിയനും ഒരു ചേട്ടനുമാണ് എന്റെ. രണ്ട് അനിയന്മാരുടെ നീ ഒന്ന് പോടെ. അതറിയില്ല. അപ്പൊ രണ്ട് അനിയന്മാരാണ് കഴിച്ചെന്റെ കൂടെ. ഇവിടെ വെച്ചിട്ടാണ് ജിംഖാന, ആലപ്പുഴ ജിംഖാനയിലെ കുറച്ച് ഷൂട്ടിംഗ് ഒക്കെ ഇവിടെ വെച്ചിട്ട് നടന്നിട്ടുണ്ട്. ഇവിടെ നിന്നിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇവിടെ ഗെയ്സ് പിള്ളേരൊക്കെ നമ്മൾ നോക്കുന്ന ഗെയ്സ് ഇതാണ്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നത് സനാതന ധർമ്മ കോളേജ്. അത് അങ്ങനെ നമ്മുടെ കാറിലെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഒന്ന് ചിരിച്ചേ, ഒരു ഹായ് പറഞ്ഞേ. അങ്ങനെ ഗൈസ്, ഞാൻ 6ാമതും ST കോളേജിൽ വന്നിരിക്കുകയാണ്. ഞങ്ങൾ മൂന്നുപേരും അവിടെ ചുറ്റിക്കറങ്ങി നടന്നിട്ട് NSS വോളണ്ടിയേഴ്സിലെ കുട്ടികളെ ഞാനന്ന് മൈൻഡിൻ്റെ ആലപ്പുഴ മീറ്റപ്പിന് പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ അവർക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുക. 11:30 വരെയാണ് എക്സാം. പിന്നെ ഈ അടച്ച് കിടക്കുന്ന റൂം കണ്ടോ? അവിടെയാണ് ഞാൻ PG എക്സാം എഴുതിയത്. അവിടുത്തെ കുട്ടികളെയൊക്കെ കണ്ടപ്പോൾ ഉള്ള വിശേഷങ്ങൾ എല്ലാവരും കണ്ടിട്ട് വായോ. എക്സാം ഹോളിലിരിക്കുന്ന ആൾക്കാരെ വിളിച്ചിറക്കാനായിട്ടാണ് അടുത്ത് രാധു പോകുന്നത്. അങ്ങനെ എല്ലാവരുമായിട്ട് വെളിയിലോട്ട് വന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോന്നു. ഇനി ആ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം.
രാധുവിനെ പ്രതീക്ഷിച്ചിരുന്നതാ. അപ്പൊ പെട്ടെന്ന് സൈഡിൽ ഒരാളിങ്ങനെ വന്നു. ഞങ്ങൾ സർപ്രൈസ് ആയിപ്പോയി. ഗാർഡിൽ ഇറങ്ങുന്നതിന്റെ പറയുന്നത് ഞാൻ നോക്കിയപ്പോഴേക്കും ജനലിനെ കൂടെ രണ്ടുപേരും. ഞാൻ ആദ്യമേ മഞ്ഞ ഷർട്ടാണ് കണ്ടത്. പിന്നെ പുറകെ ഒരാളിങ്ങനെ നടന്നു വരാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഓടിപ്പോവാണ്. ഞാൻ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞിട്ട് അപ്പോൾ ആളെ കണ്ടില്ലായിരുന്നു. തിരിച്ചു വന്നപ്പോഴാണ് ഇവിടെ ആൻസർ പറഞ്ഞു തരുവാണ്. അപ്പൊ കാണാൻ കുറേ എന്തിൻ്റെയോ പറയുമോ ഞാൻ ഭയങ്കരമായിട്ട് എഴുതാണ്ടിരിക്കുന്നു. അപ്പം ഗൈസ് അപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. അത് എന്തോ സെറ്റായില്ലേ? ഓ സീൻ തന്നെ ഗൈസ്. അപ്പം നമ്മൾ കോളേജിൽ നമ്മുടെ ഫ്രണ്ട്സിൽ അതിൻ്റെ ഫ്രണ്ട്സിനെ നമ്മൾ കണ്ട് നാണ്ട് തിരിച്ച് നമ്മൾ അതിനെ കൊണ്ട് വീട്ടിലോട്ട് പോകുക ഗൈസ്. അപ്പം കോളേജിനോട് പോയി യാത്ര. അതുവേ എങ്ങനെ ഉണ്ടായിരുന്നു ഈ യാത്രയൊക്കെ? എനിക്കിഷ്ടായി, നല്ല രസമുണ്ട്. ഞാനിങ്ങനെ കാറിന്റെ പുറകെ ഇരിക്കുമ്പോ ആരെങ്കിലും കൂടെ വേണം. ഞാൻ ആദ്യമായിട്ട് ഇത്ര ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നില്ലേ, അപ്പൊ എനിക്ക് സന്തോഷമായി.